ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോണ്. ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ തട്ടിമുട്ടിയും കാര്യങ്ങളൊക്കെ പോവാണ്ടാ. കാലുവേനൊക്കെ ഇത്തിരി കുറവുണ്ട്, ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതിന് കാലുവേന കൂടി മാറാനുള്ളൂ. പിന്നെ എന്നെ കാണില്ല എന്നൊക്കെ എല്ലാവരും കമന്റൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഞാനൊക്കെ വീഡിയോയില് വന്നു കഴിഞ്ഞിട്ടൊന്നും എന്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ലല്ലോ, എന്നൊക്കെ മറന്നുപോയ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമന്റ് എന്തൊക്കെ പറഞ്ഞോട്ടാ. അമ്മച്ചി വീഡിയോ ഇട്ടപ്പോഴെങ്കിൽ അമ്മച്ചി വീഡിയോ ഇടുമ്പോ തന്നെ അമ്മച്ചി വ്യൂസ് നോക്കും. അപ്പൊ നോക്കുമ്പോ ആരും കാണില്ല. അയ്യോ എന്നിപ്പോ ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നണ അന്വേഷിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ ഇട്ടപ്പോ കാണാണ്ടായപ്പോ എനിക്കൊരു വിഷമം. നിങ്ങളൊന്നും കാണാണ്ടായപ്പോ എന്റെ ആദമോനെ വിളിച്ചിട്ടാ. ആദമോന് പതിഞ്ഞ് ഈ ക്രാവിന്റെ കാര്യം ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്തപ്പോ മറ്റേ തോക്കില്ലേ അതെടുത്തോന്ന് ഫോൺ വിട്ട് ഒറ്റ അടി അടിച്ചു. പിന്നെ അത് രണ്ടടി അടിച്ച് രണ്ടുപേരുടെ അടി കൊണ്ട് തന്നെ 2 പ്രാവശ്യം ഫോൺ താഴ്ത്തു തോന്നുന്നു. ചിരിക്കുക നീ കുറുമടിച്ചിട്ടിരുന്ന ഫോൺ എടുത്ത് കൈ പിടിക്കാൻ പറ്റില്ലെന്ന്. എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞമാരിന്ന് അടിയോട് അടിക്കാൻ കാണിച്ചതാണ്. അബ്രു പറഞ്ഞല്ല ഞാൻ രാവിലെ തന്നെ എത്തിയപ്പോ നല്ല അടിപൊളി മഴ, പെരുമഴ എന്ന് വെച്ചാൽ പെരുമഴ. ഞാൻ എനിക്കിതേ ആദംകുട്ടിന് പാല് കാച്ചി, അതിന് മുന്നേ അപ്പച്ചിന് ചായ ഉണ്ടാക്കി, അപ്പച്ചിന് ചോറുണ്ടാക്കി വേറെ കൊടുത്തയച്ചു. അത് കഴിഞ്ഞിപ്പോ ആദംകുട്ടിന് പാല് കാച്ചി ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പാല് വെച്ചിരുന്നു. പിന്നെ അതേ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇനി അത് വളർത്തണം. പിന്നെ അരി കണ്ടിരിക്കുന്നത് എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇപ്പൊ പുട്ടുണ്ടാക്കട്ടെ. എനിക്ക് പുട്ടിൽ ഇത് ഓട്സ് പുട്ടാണ്, ഓട്സ് കൊണ്ട് ഉണ്ടാക്കണ്ട. എനിക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാച്ചാനുള്ള സാധനം അതെനിട്ടിട്ട് കേട്ടാ. അതോ ഉറങ്ങാൻ രാത്രി ശരിയായില്ല. അവൻ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. അവന് കുറച്ചു നേരം അമ്മയുടെ എടുത്തെടുക്കും, കുറച്ചു നേരം എന്റെ എടുത്തത്. അവിടെ വരെയൊക്കെ ഉറങ്ങിയില്ല. ഈ പുട്ടിനുള്ളിൽ വെച്ചിട്ട് ഓട്സ് ഓട്സും തേങ്ങയും കൂടി ഞാൻ വേറൊന്നുമില്ല, ഗോതമ്പ് പൊടിയൊന്നുമില്ല. ഓട്സിനെ പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിക്കോ? ഓട്സ് മിക്സിയിലിട്ട് പൊടിച്ച് തേങ്ങ ഇട്ടത് ഇങ്ങനെ പുട്ടുണ്ടാക്കാട്ടാ. അരിപ്പുട്ടുണ്ടാക്കില്ലേ? അമ്മാമ്മയുടെ ഭക്ഷണം വേഗം കഴിക്കാൻ പോവാ, അല്ലെങ്കിൽ ഇതിനാണ് വിറയിൽ വരുന്നതാ. 12 മണിയാകുമ്പോ ചോറ് കഴിക്കാണ്ടാവും. അതിപ്പോഴില്ല, ചില ദിവസം എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കില്ല, ചില ദിവസം ഉണ്ടാക്കുള്ളൂ. അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെയിറ്റ് കൂടുതലാണ്ട് വെയിറ്റ് കുറയണമെന്നില്ല. പിന്നെ മേടിച്ച് വെച്ച് തീർക്കണ്ടേന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാക്കണ്ട. ഞാൻ നിർത്താൻ പോവാം. ഞങ്ങളുള്ളപ്പോ ഇവിടെ വലിയ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. മുന്നേ പുട്ടൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ടൈം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും. അല്ലെങ്കിൽ എനിക്ക് പ്രാന്തളക്കും. വന്നു കഴിയുമ്പോൾ എനിക്ക് വിശപ്പ് വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ എന്തെങ്കിലും തിന്നാൻ കിട്ടണം. അതിവിടെ കൊള്ളി സീസണായി എന്നും കൊള്ളി, ചക്കയാണെങ്കിൽ ചക്കുപ്പേരി അങ്ങനെയൊക്കെ അമ്മച്ചുണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ അടയാ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. രാവിലത്തെ ഇവിടെ ചോറ് തന്നെ വയ്ക്കാറ്, രാവിലെ ഉച്ചയ്ക്ക് ചോറ് തന്നെ വയ്ക്കാറ്. ഇപ്പോഴാണ് അമ്മച്ചി മാറ്റി ഇടയ്ക്കൊന്ന് പലഹാരങ്ങൾ പരീക്ഷിച്ചു. അതന്നെ. അല്ലെങ്കിൽ കടലക്കറി ചിലപ്പോൾ ഉണ്ടാക്കും. അത് ജപിക്കാൻ പിന്നെ കച്ചുകൂട്ടിന് പലഹാരത്തോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അമ്മക്ക് മീശ വന്നേക്കുന്നു. പാൽ ചായ കുടിച്ചിട്ട് മീശ വന്നേക്കണ്ട. അതുകൊണ്ടാ അതങ്ങണ്ട മീശ വന്നേക്കണ്ട. കൊടുക്കടാ. ആദത്തിന്റെ ഉണ്ണിയല്ലേ, ഉണ്ണിക്ക് കൊക്കണ്ടേ? അത് ചന്നിയില്ലെന്ന് പറയാൻ പാടുണ്ടാ? എന്റെ മോ ചേട്ടനല്ലേ? കുഞ്ഞിക്കാറുണ്ടെന്ന് അടുക്കളയില്. എവിടെ? അപ്പൊ അതിനെടുത്ത് കൊടുക്കാം. ഇവിടെ കൊറേ കാറ് കെട്ടി വെച്ചേക്കണ്ടാ. ഇതിങ്ങനെ കുഞ്ഞിതേ വീട് ഫുള്ള് പറക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത് പറക്കി വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറുക്ക് കൊടുക്കണ്ടല്ലോ. നല്ല ഐഡിയ ഇത്. ഹാപ്പി ആയി അത് ഹാപ്പി ആയാ പറയുന്നിട്ടേക്കുള്ളേ. ഈ കാറുകളെ ഇതുപോലെ തന്നെ എടുത്ത് അതിൽ വെക്കണട്ടാ. ഓരോ സ്ഥലത്ത് നിന്ന് പറക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് ഡിനിയാൻഡി കെട്ടി വെച്ചേക്കണേ. അതന്നെ.
ഇത് എങ്ങനെ ചാടിയാലും ഇങ്ങനെ മുട്ടിക്കുന്നു. അപ്പൊ ഇത് ഇവിടെ തിരി കമ്പി അല്ല അവിടെ ചളയ്ക്കാനുണ്ടേ അത്ര സ്ഥലം പിടിപിടിന്നിരിക്കും. പക്ഷെ ചാവണുണ്ടോന്നല്ലോ ഞാൻ ഈ കാറിങ്ങനെ നിർത്തിച്ചിക്കണേ. കാറിൽ എങ്ങനെ ഓട്ടത്തിന് പോവാ? കാച്ചിക്കുട്ടിനെ അങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ റോഡ് ഉണ്ടാക്കും വണ്ടികളെ കൊണ്ട്. റോഡ് ഉണ്ടാക്കിയ എന്നിട്ട് ഒരു കയ്യിലും ഒക്കെ ബ്ലോക്കി പെട്ടെന്ന് പറയും. ആരുടെ വണ്ടി? അപ്പാപ്പന്റെ വണ്ടി ഉണ്ടായില്ലേ? ജോൺസിന്റെ അപ്പാപ്പന്റെ വണ്ടി ഉണ്ട് അവിടെ. എന്റെ കൂട്ടിനെ ഇപ്പൊ ചായ കുടിക്കണില്ല, വെള്ളം കുടിക്കണില്ലൊക്കെ. ഓ, ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട്, ഇതില് മാത്രമാണ് ഇഷ്ടമുള്ളത്. രാവിലെ എന്തൊരു ചമ്മന്തി ആണത്? നേരെ ചമ്മന്തി അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഭക്ഷണം കൊണ്ടാൻ വെച്ചതാ. ഉണക്കമീനും പച്ചമുളകും ചുമന്നുള്ളിയും ഉണക്കമീനും പച്ചമുളകും പുളിയൊക്കെ കൂടിയിട്ട് ഉപ്പിട്ട് വെച്ചത്. നേരെ വിൽക്കാതെ ഗ്ലാസ് നേരെ പിടിക്കേ. കൊറേ നാളെ സാധാ ഈ ഉണക്കമീന്റെ തലയിട്ട് ഇവിടെ ചമ്മന്തി അരിക്കല്ലേ, തലച്ചമ്മന്തി. ഇത് ഇന്നലെ ഞാൻ ഉണക്കമീൻ, എനിക്ക് ഉണക്കമീൻ സവാളഞ്ചി പച്ചമുളക് ഇട്ട് കിടുകിട് കിടുകിട് കിടുക് അത് ഇഷ്ടം. ആവറ് വരന്തരപ്പള്ളിയിൽ എത്തിടാ. വണ്ടി സ്റ്റോപ്പ് ചെയ്തോടാ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. സ്റ്റോപ്പ് എത്തി. അമ്മിച്ചിന്റെ കൂട്ടുകാർക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. പിന്നെ ഒന്നുമില്ല, പക്ഷെ കൊറേ ഗുളികയുണ്ട്. 3 ഗുളിക രാവിലെ, 2 വീട് തകർക്കണ അവിടെ. 2 രാവിലെ, 2 3 വൈകുന്നേരം, അങ്ങനെ 5. പിതാവേ വീടില് നിങ്ങള് കൈ പോവും. അപ്പുറന്റെ മുടിയോ മുടി അതിന്റെ അപ്പാപ്പനോ ചന്തക്ക് പോയാ? ഏത് ചന്തക്ക് പോയി? അതിന്റെ അപ്പാപ്പന്റെ പേര് തെറ്റാ ജോൺസൺ. അബ്രുവിന്റെ കൈ പൂട്ടാതെ അങ്ങനെ ചെയ്യുമ്പോ അബ്രുവിന്റെ കൈ പോവും. അബ്രു കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ഉള്ളിൽ പൂട്ട കുഞ്ഞോ. നമുക്കറിയുമല്ലോ മോന്റെ ഉണ്ണിയേട്ടാ കുഞ്ഞോ. അമ്മാമ്മക്ക് കൊടുത്തേ, അമ്മാമ്മക്ക് കൊടുത്തേ ചെരുപ്പ്. നീട് വെറുതെ തല്ലുണ്ടാന്ന്. ഗബ്രുവിന് നട്ടോയി. ഒരാളെടുക്കുന്നത് ഒരാൾക്ക് മതി. അമ്മാമ്മയുടെ കാല് എക്സസൈസ് ചെയ്ത് നടന്നു. അമ്മാമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് നേരം പൂവല്? അല്ല, നേരം പൂവല് ഇപ്പൊ എങ്ങനെയുണ്ട്? നേരം പോകുന്നതേ അറിയുന്നില്ല. ഇത്ര ദിവസം ഞാൻ വെറുതെ ഇരുന്ന് ബോറടിക്ക, എന്നെ വിളിച്ചോണ്ടിരിക്ക. ഹസീനെങ്കിൽ കുറച്ചെങ്കിലും നേരെങ്കിലും കിട്ടും. ഇത് അവരുടെ തല എവിടെയാന്ന്? മൂക്ക് എവിടെയാടാ? ചെവിയാ? വ്യാധം കാണിക്കണ്. Adam, what is your name? What is your father name? Father name. What is your father name? മദറിന്റെ പേരെന്താ പറയാറുള്ളതായിട്ട് ഇപ്പൊ മറന്നുപോയി. മദറിന്റെ പേരാണ് സ്റ്റേജി ബാബു. ഫാദറിന്റെ പേരാ അയ്യോ, അത് മറന്നുപോയി. പോയി സ്റ്റാർട്ട് ചെയ്ത് പോയി. എനിക്ക് ഇവിടെ നിൽക്കുന്നതാണോ കെട്ടിയോന്റെ വീട്ടിൽ നിൽക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 2 സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. എന്നാലും കൂടുതൽ കുറച്ചും കൂടി സുഖം എനിക്ക് അവിടെ നിൽക്കുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ അപ്പച്ചനും അമ്മിച്ചിയുണ്ട്, ഇവിടെ അമ്മിച്ചി മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ പിള്ളേരെ അമ്മിച്ചി അടുക്കളയിലെ പണികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിലും അപ്പച്ചന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പച്ചൻ ഉണ്ണികളെ നോക്കിക്കോളും. അപ്പച്ചന്റെ ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഇവര് എടുത്തോണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുണ്ട്. പിന്നെ ഈ ആദംകൂട്ടന്റെ കുട്ടിക്കുറുമ്പുകൾ കാണുമ്പോഴാണ് ചിലപ്പോൾ ദേഷ്യപ്പെടുള്ളൂ. എന്നാലും അപ്പച്ചൻ ദേഷ്യപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോ വിരളിതമായിരിക്കും അത്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനറിയാം അപ്പാപ്പന്റെ മുഖം ഒന്ന് മാറി കഴിഞ്ഞാൽ അപ്പൊ അവന് മനസ്സിലാവും, വേഗം വിടുവാൻ വേണ്ടിട്ടാ. നമ്മൾ ചീത്ത പറഞ്ഞാലും ചിലപ്പോ കേൾക്കില്ല, പക്ഷെ അപ്പാപ്പന്റെ മുഖം മാറുമ്പോഴേക്കും അങ്ങനെ. അപ്പൊ അപ്പച്ചനും അമ്മച്ചുള്ളതുകൊണ്ട് നമുക്ക് മാറി പിടിക്കാൻ പ്രശ്നമില്ല. അതുപോലെ പിള്ളേർക്കാണെങ്കിലും നമ്മളിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അടച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ നോക്കണം അതുപോലെ തന്നെ പുറത്തേക്ക് ഇറക്കാൻ കുറവാണ്. വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങും, ഇത്തിരി നേരം പോയാലും ഇങ്ങോട്ട് പോരും. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഫുള്ള് കൊതുകുകളകത്തേക്ക് വരാം. രാത്രി പിള്ളേർക്ക് ഉറക്കം കിട്ടണില്ല എന്നുള്ളതാണ് സത്യം. ഈ പൊടിക്കൊതുകില്ലേ, അത് കുത്തി 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 ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദന്റെ മുടിയിട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ആദ്യത്തിന് ഇങ്ങനെ കൊതുക് കടിച്ച് ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം മേത്തൊക്കെ ഫുള്ള് ചൊറി പിടിച്ച പോലെയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇതുള്ളത് കൊണ്ട് ഉറക്കവും ശരിയാവണില്ല, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അങ്ങനെയാണ്. അപ്പൊ ഇവന് വന്നു തുടങ്ങി എന്നോട് പറയുന്നതാണ്, അമ്മ നമുക്ക് പോവാ. കാരണം ഇവന് ഇഷ്ടം അവിടെ അപ്പാപ്പന്റെ വണ്ടിയുണ്ട്. അപ്പാപ്പന്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണന എന്താ, അതിനെ തുടയ്ക്കണം, അതിനടിക്കണം, അത് മഴ പെയ്ത വെള്ളമായി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവന്. ഇന്നലെ വൈകുന്നേരം വിളിച്ച് ഭയങ്കര അംഗമായിരുന്നു. വേറെ ഒന്നല്ല, അവന് അപ്പാപ്പന്റെ ജീപ്പ് കാണണം എന്ന് പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് കാണിപ്പിക്കല് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു വിചാരം ഉള്ളതുകൊണ്ടും കൊച്ചിനിവിടെ നിൽക്കുന്നത് വലിയ ഇഷ്ടമില്ല, അവിടെ നിൽക്കുന്നതിന് ഇഷ്ടം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോകാൻ പറ്റില്ല, അവിടെ പിള്ളേര് കളിക്കാനില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിലും ഞാനാണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോകാറ്. എനിക്കും ഒരു എന്താ പറയുക, ഇവിടെ ഇങ്ങനെ അടച്ചിരിക്കുമ്പോ ഒരു ഇത് ബോറിംഗ് അല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ അടച്ചിരിക്കില്ലേ, അപ്പൊ നമുക്കൊരു എന്തോ ഒരു പ്രശ്നം തോന്നില്ല. അതുപോലെ എനിക്കും ഒരു ഇത് തോന്നുന്നുണ്ട്. പിന്നെ അലക്കൽ പരിപാടിയാണ് ഇവിടെ. അലക്കൽ ഇവിടെ വാഷിംഗ് മെഷീനിലിടും. അവിടെ ഞങ്ങൾ കല്ലുമ്മ അലക്കാറ്. കല്ലുമ്മ അലക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവരുടെ മൂത്ര തുണികൾ കാര്യങ്ങള് അപ്പി തുണിയൊക്കെ ഞാൻ കല്ലുമ്മ ഒരുക്കി ഇത് ചെയ്തിട്ട് കഴുകാറ്, ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് ഇടാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ബാക്കി ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല. വാഷിംഗ് മെഷീൻ ഇടയ്ക്ക് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. കാരണം വാഷിംഗ് മെഷീൻ കിടക്കുന്നത് മുകളിലാണ്. ഞാൻ ഈ തുണികളൊക്കെ ഏറ്റി മോളിക്ക് പോവാം, അവിടെ നിന്ന് വീണ്ടും മോളിക്ക് ഇറങ്ങാൻ അത് ആലോചിച്ച് വിചാരിക്കും, ഈ കല്ലുമിട്ട് കഴുകി കഴിഞ്ഞാൽ പരിപാടി വേഗം തീരും. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ചെറിയൊരു എക്സസൈസും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതങ്ങോട്ട് എന്നെ നാട്ടി കിട്ടൂട്ടോ. അതിന് എവിടെ നിൽക്കുന്നത് ഇഷ്ടം, എവിടെയാണോ വന്തരപ്പള്ളിയാണോ? വേണ്ട, വന്തരപ്പള്ളി നിൽക്കുന്ന ഇഷ്ടം എന്ന് പറയുന്ന കേട്ടവൻ ചോനേടൻ, അവന്റെ വീട്ടിൻ പേര് ചോനേടൻ എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കാൻ അല്ലാണ്ട് എനിക്ക് നിൽക്കാൻ കുറച്ചും കൂടി ഇഷ്ടം അവിടെയാണ്. ഇവിടെ ഇഷ്ടമില്ല എന്നല്ല, ഇവിടെ ഇഷ്ടമാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട് ഞാൻ കുറ്റം പറയാൻ പാടില്ല. ഇത്ര നാള് ഞാൻ ഇവിടെ തന്നെയല്ലേ നിന്നേ. കുറെ നേരം അമ്മച്ചി പിള്ളേരെ എടുത്ത് അല്ലെങ്കിൽ പിള്ളേരെ നോക്കുമ്പോ അമ്മച്ചിക്ക് വയ്യാണ്ടാവുന്നുള്ളൊരു പേടി എനിക്കുണ്ട്. വരന്തരപ്പള്ളി വെച്ചിട്ട് ഈ അബ്രുവിന് 7 സമയം സ്റ്റെപ്പ് കയറില്ല, ജനലമ്മ കയറില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുറെ സ്ഥലം കിടക്കണോണ്ട് തന്നെ ഇവന് നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഇവന് ഇവിടുന്ന് വിസിറ്റിംഗ് ഹാൾ തുടങ്ങി അവിടെ ഡൈനിങ് ഹാൾ വരെ ഇവിടെ നടക്കും. അങ്ങനെ നടക്കണ കാരണം നമുക്ക് പ്രശ്നമില്ല. പിന്നെ എന്തെങ്കിലും പറക്കി തിന്നണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് അമ്മച്ചിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അമ്മച്ചോട് ഞാൻ പറഞ്ഞിട്ട് അവന് എടുക്കണ്ട, അവൻ നടന്ന് പോട്ടെ, നടന്ന് നടക്കണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ എടുക്കലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മളിനി വന്നിട്ട് അമ്മച്ചിക്ക് വയ്യായിക വരാണ്ടിരിക്കണല്ലോ അതിന്. പിന്നെ എന്തെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാത്തി സമ്മതിക്കില്ല. നീ അവിടെ ഇരുന്നോ, ഞാൻ ചെയ്തോളാം. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴേക്കും ഇവന്മാര് വരും. അമ്മ കുളിക്കാൻ പോയി, അമ്മ കരഞ്ഞു, അങ്ങനെ പറയണ കാരണം അമ്മച്ചി പറഞ്ഞു ഞാൻ ചെയ്തോളാം, നീ അവിടെ ഇരുന്നോ, പിള്ളേരെ നോക്കി. അതാണ് ഏറ്റവും നല്ലത്. അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും പറയണ പോലെ തന്നെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.